PCC അധ്യക്ഷൻ അദ്ദേഹം മാറില്ല, സണ്ണി ജോസഫ് മാറില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് അധ്യക്ഷനെ മാറ്റേണ്ടതില്ല എന്ന ധാരണയാണ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ സണ്ണി ജോസഫ് അടക്കം മത്സരരംഗത്തേക്ക് വരാനൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പക്ഷേ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റേണ്ടതില്ല. വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ തുടരും എന്നതാണ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് തീരുമാനം വരുന്നത്. പി ബസന്ത് വിവരങ്ങളുമായിട്ടുണ്ട്. ബസന്ത്, എന്താണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരാളെ മാറ്റി ഒരു പരീക്ഷണം വേണ്ട എന്നതാണ്? ഇന്നലത്തെ ഒരു സണ്ണി ജോസഫ് ഇവിടെ ഹൈക്കമാൻഡുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ ഒരു ധാരണ അതാണ് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതായത് തൽക്കാലം സണ്ണി ജോസഫിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതില്ല. ഷാഫി പറമ്പിലാണ് വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഒരാള്. പിന്നെ മറ്റു രണ്ടുപേർ മത്സര രംഗത്ത് വരുന്നവരാണ്. ഒന്ന് വിശ്വനാഥും അതോടൊപ്പം തന്നെ പിന്നെ AP അനിൽകുമാർ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു വർക്കിംഗ് പ്രസിഡന്റ് താൽക്കാലിക ചുമതല ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് പിന്നീട് ഒരു വലിയ ചർച്ചയ്ക്ക് മറ്റു തരത്തിലുള്ള ചർച്ചയ്ക്ക് വഴിവെക്കേണ്ടതില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സണ്ണി ജോസഫ് തുടരട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഒരു ധാരണ. ഷാഫിയുടെ നേതൃത്വത്തിൽ, അതായത് വർക്കിംഗ് പ്രസിഡന്റായ ഒരാളായ ഷാഫിയുടെ നേതൃത്വത്തിൽ പ്രചാരണ നടപടികൾ തുടരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വരുന്ന വിവരം. ഷാഫി പറമ്പില് ഈ പ്രചാരണ സമിതിയുടെ കൺവീനർ കൂടിയാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ചുമതല തന്നെ ഷാഫിയുടെ ഉള്ള സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് സണ്ണി ജോസഫ് അടക്കം മത്സരിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ രണ്ട് ചുമതലകളും അതൊരു തെരഞ്ഞെടുപ്പ് സമയത്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതകളുണ്ടോ? ഇല്ല, അതാണ് ഇന്നലെ പ്രധാനമായും ചർച്ച ചെയ്തത്. അതിൽ വരുന്നൊരു വിഷയം ഇതാണ്. പിന്നെ ഉള്ള 3 വർക്കിംഗ് പ്രസിഡന്റുമാരാണ്. അതിൽ 2 പേർ മത്സര രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. മത്സരിക്കുന്ന സിറ്റിംഗ് MLA-മാരുമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതിന് പിന്നെ ഉള്ള ഒരാള് ഒരു താൽക്കാലിക ചുമതല കൊടുത്ത് നീങ്ങുന്നതിന് പുറമെ അതിന് പകരം വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് തന്നെ ചുമതലകൾ വഹിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വരും. പിന്നെ ഒരു പ്രത്യേകമായിട്ട് ഒരു ആക്ടിംഗ് പദവി അല്ലെങ്കിൽ ഒരു താൽക്കാലിക ചുമതല നൽകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഹൈക്കമാൻഡിന്റെ ഒരു വിലയിരുത്തൽ. അതനുസരിച്ചിട്ട് ഇത് സണ്ണി ജോസഫ് പ്രസിഡന്റായിട്ട് തന്നെ തുടരട്ടെ. മത്സരിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ഇന്നലെ പറഞ്ഞത് അത് ഹൈക്കമാൻഡാണ് അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുകയാണെങ്കിൽ സണ്ണി ജോസഫ് മത്സരിക്കും. പക്ഷേ ഷാഫിയുടെ നേതൃത്വത്തിലുള്ള മറ്റ് നടപടികൾ പാർട്ടിയുടെ നടത്തുകയും ചെയ്യും. പിന്നെ ഇതിൽ ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് അല്പസമയത്തിനകം മൻസൂർ മിസ്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. കഴിഞ്ഞ MD-മാരുമായിട്ടുള്ള ചർച്ച സമയത്ത് കൊടിക്കുന്നിലിനെ കാണാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇന്ന് അല്പസമയത്തിനകം മൻസൂർ മിസ്ത്രിയെ കാണുന്നത്. അതിൽ ഈ പറയുന്ന മറ്റ് MD-മാരുടെ മത്സരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയാകും എന്നുള്ളൊരു സൂചനയാണുള്ളത്. അല്ലെങ്കിൽ 1-2 പേർ മത്സരിക്കട്ടെ എന്നുള്ള തരത്തിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ അങ്ങനെ ഒരു സൂചനകളൊന്നും തന്നെ വന്നിട്ടില്ല. ആരെങ്കിലും മത്സരിക്കണം എന്ന് പറയുകയാണെങ്കിൽ ആ തരത്തിലുള്ള തീരുമാനങ്ങൾ പിന്നീട് വരും. പക്ഷെ ഏതായാലും ഇപ്പോൾ മുസ്ലിമായി കൊടുക്കുന്ന സുരേഷ് അല്പസമയത്തിനായി കൂടിക്കാഴ്ച നടത്തും. ബസന്ത്, വർക്കിംഗ് പ്രസിഡന്റായി ഷാഫി പറമ്പിൽ നിൽക്കുന്നു. ഷാഫി പറമ്പിലെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് പറയുമ്പോൾ ഒരു തലമുറ മാറ്റത്തിന്റെ സാധ്യതകൾ കൂടി കോൺഗ്രസിൽ പരീക്ഷിക്കുന്നുണ്ടോ? കുറച്ചും കൂടി യുവത്വം ഉള്ളൊരു നേതൃത്വം തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് ആ ഒരു വൈബ്രൻസി ഒക്കെ വരുന്ന നിലയ്ക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് കൂടിയാണോ ഉദ്ദേശം? അങ്ങനെ ഒരു തലമുറ കൈമാറ്റം, അങ്ങനെ ഒരു അധികാര കൈമാറ്റം ഒന്നുമില്ല. തൽക്കാലത്തേക്ക് തുടരട്ടെ എന്നുള്ളതാണ്. സണ്ണി ജോസഫ് തുടരട്ടെ, അദ്ദേഹത്തിന് തന്നെ ആയിരിക്കും പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കുള്ള എല്ലാ അധികാരങ്ങളും. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു സമയത്ത്, പ്രചാരണ സമയത്ത് ഒരു മാസത്തേക്കുള്ള ആ സമയത്ത്, അത് 1-1.5 മാസത്തെ സമയത്തേക്കുള്ള ഒരു പാർട്ടിയുടെ മറ്റു ചുമതലകൾ ഈ പറയുന്ന സ്വാഭാവികമായിട്ടും വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള സ്ഥാനം തന്നെ ഷാഫിക്കുള്ള ഒരു സാഹചര്യത്തിൽ അത് ഷാഫി വഹിക്കും എന്നുള്ളതാണ്. അപ്പൊ പിന്നെ ഒരു താൽക്കാലികമായി വേറൊരാളെ കണ്ടുപിടിച്ച് അവിടെ ഒരു ചുമതല കൈമാറ്റത്തിന്റെ ആവശ്യമില്ല എന്നുള്ളൊരു ധാരണയാണുള്ളത് 3 വർക്കിംഗ് പ്രസിഡന്റുമാരുള്ളതിൽ. ഇവര് മറ്റു 2 പേർ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഷാഫി ലോക്സഭാ അംഗമാണ്. പിന്നെ പ്രചാരണ സമിതിയുടെ കൺവീനർ കൂടിയാണ് ഷാഫി. അപ്പോൾ അവിടെ തന്നെ ഒരു ചുമതല ഉണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇത് കൂടെ വഹിച്ചോട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഉരുത്തിരിച്ചു വന്നിരിക്കുന്ന ഒരു ധാരണ. ശരി, എന്തായാലും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ നിലവിലെ സാഹചര്യത്തിൽ മാറ്റേണ്ടതില്ല. വർക്കിംഗ് പ്രസിഡന്റായ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും എന്നതാണ് തീരുമാനം. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന്റെ വിശദാംശങ്ങളാണ് P ബസന്ത് പങ്കുവച്ചത്.